മുഖ്യധാരാ മാധ്യമങ്ങൾക്കപ്പുറം, സിനിമയുടെ വെള്ളി വെളിച്ചങ്ങൾക്കപ്പുറം ആളുകളെ ചിരിപ്പിക്കുന്ന ഒരു ലോകമുണ്ട്. അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ മനുഷ്യരുണ്ട്. അവർ സൃഷ്ടിക്കുന്ന തമാശകളുണ്ട്. അവരുടെ വലിയ ഫാൻ ഫോളോവേഴ്സ് ഉണ്ട്. അത്തരത്തിലുള്ള ചെറുപ്പക്കാരുടെ, പുതുതലമുറയുടെ ഒരു ലോകമാണ് ഇൻസ്റ്റ. ആ ഇൻസ്റ്റ റീലുകളിലൂടെ താരമാകുന്ന, ഒരുപാട് പേരെ ഫാനാക്കി കളയുന്ന, ഒരുപാട് പേരുടെ പ്രിയ താരങ്ങളായി മാറുന്ന കുറേയേറെ കഥാപാത്രങ്ങളുണ്ട്. അവരെ എല്ലാവരെയും ഒന്നിച്ചെടുത്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് വാഴ എന്ന സിനിമയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ പുതുതലമുറയ്ക്ക് പെട്ടെന്ന് കണക്റ്റ് ആവാനും പെട്ടെന്ന് ഇഷ്ടപ്പെടാനും ആ സിനിമയും തെരഞ്ഞെടുപ്പും കാരണമാകുന്നു എന്നുള്ളതാണ്. വാഴ എന്ന സിനിമയിലേക്ക് വരാം. വാഴ നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു പേരാണ്. ഒരു മനുഷ്യക്കുഞ്ഞ് പിറക്കാനെടുക്കുന്ന ഗർഭകാലം 9 മാസമാണ്. ഒരു തൈ വാഴ വലുതായി കുലയ്ക്കാനെടുക്കുന്നതും 9 മാസമാണ്. ഇങ്ങനെയാണ് ഈ സിനിമയുടെ ആരംഭം തന്നെ. അടിമുടി സിനിമ വാഴയുമായി കണക്ട് ചെയ്യുകയാണ്. ചിലരൊക്കെ വാഴകളാണെന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു ഉപകാരവുമില്ലാത്ത, ഒരു നേട്ടങ്ങളുമില്ലാത്ത, വീടിനോ നാടിനോ ലാഭകരമായി ഒന്നും നൽകാത്ത ചില പാഴ് ജന്മങ്ങളെ അല്ലെങ്കിൽ ലോക തോൽവികളെ നമ്മൾ വാഴ എന്നൊക്കെ വിളിക്കാറുണ്ട്. വാഴയ്ക്കും പ്രയോജനമുണ്ട്, എന്നാൽ അത്ര പോലും പ്രയോജനമില്ലാത്തവരെ കളിയാക്കാൻ ഉപയോഗിക്കുന്ന വാക്കിൽ നിന്നാണ് ഈ സിനിമയുടെ ഉത്ഭവം തന്നെ. നമ്മൾ അറിയാത്ത ഒരു തലമുറ, ആരും പരിചയപ്പെടാത്ത, ആരും അഡ്രസ് ചെയ്യാത്ത ഒരു ലോകം ഇവിടെയുണ്ട്. എ ബയോപിക് ഓഫ് മില്യൺ ബോയ്സ് എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരുപാട് ചെറുപ്പക്കാർക്ക്, നാട്ടിടവഴികളിലെ കൂട്ടം കൂടി നടക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് ഈ കഥയും ഈ കഥാപാത്രങ്ങളും കഥാപരിസരവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സിനിമ ഉറപ്പായും പുതുതലമുറ ഏറ്റെടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഒരു സിനിമയും അഡ്രസ് ചെയ്യാത്ത ഒരു വിഭാഗം ജനങ്ങൾ, ഒരുപക്ഷെ സിനിമ ശുഭാന്ത്യമാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ ഒരു തരത്തിലുള്ള ശുഭമായ അന്ത്യവും ഇല്ലാത്ത കുറേ ജന്മങ്ങൾ ഇവിടെയുണ്ട്. അവരെങ്ങനെ ജീവിക്കുന്നു, അവരുടെ സംഘർഷങ്ങൾ എന്ത്, സമ്മർദ്ദങ്ങൾ എന്ത്. സാധാരണ സിനിമാറ്റിക് ആയിട്ട് പറയുമ്പോൾ എപ്പോഴും അവസാനം ഞെട്ടിക്കുന്ന ഒരു വിജയവും ഒരു തിരിച്ചുവരവും വൻ കംബാക്കും ഒക്കെയാണ് സിനിമയുടെ ചേരുവകൾ. പക്ഷേ ഈ മനുഷ്യരുടെ ജീവിതങ്ങളിൽ അങ്ങനത്തെ തിരിച്ചുവരവുകളോ അങ്ങനത്തെ സിനിമാറ്റിക് ആയിട്ടുള്ള ക്ലൈമാക്സുകളോ ഉണ്ടാവില്ല. എല്ലാ പ്രതീക്ഷയും തച്ചു തകർക്കുന്ന, ജീവിതത്തിൽ ഒരു ഉപകാരവുമില്ലാത്ത, മാതാപിതാക്കൾക്കോ കുടുംബക്കാർക്കോ അഭിമാനിക്കാവുന്ന ഒരു നിമിഷവും സമ്മാനിക്കാത്ത തോറ്റു തോൽവികളായ വാഴകളായ ചില മനുഷ്യർ. തീർച്ചയായും അത്തരം മനുഷ്യ ജീവിതങ്ങളെ ഏറ്റവും പച്ചയായും അടുത്തും അറിഞ്ഞും ഈ സിനിമ പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. അതുകൊണ്ട് തന്നെ ഈ സിനിമ തിയേറ്ററുകളിൽ ഒരുപാട് യുവതലമുറയ്ക്ക്, ഒരുപാട് ചെറുപ്പക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നേരത്തെ പറഞ്ഞ ഇൻസ്റ്റ ഇൻഫ്ലുവൻസേഴ്സായ ജോമോൻ ജ്യോതിർ, സിജു സണ്ണി, ഹാഷിറെ, ഇങ്ങനെയുള്ള സാഫ് ബോയ്സ്, ഇങ്ങനെയുള്ള ചില കഥാപാത്രങ്ങൾ, നമുക്കൊക്കെ പെട്ടെന്ന് നമ്മളെ ചിരിപ്പിക്കുന്ന, നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അതേ തമാശകൾ സൃഷ്ടിക്കുന്നവർ, അവർ സൃഷ്ടിക്കുന്ന ഉളവും അവരുടെ കെമിസ്ട്രിയും ഈ സിനിമയിൽ വളരെയധികം വർക്കായിട്ടുണ്ടെന്നുള്ളതാണ്. ഹാഷിറ എന്ന് പറയുന്ന കഥാപാത്രം വരുന്ന രംഗങ്ങളിലൊക്കെ തിയേറ്ററിൽ കൂട്ടച്ചിരിയാണ്. ഉറപ്പായിട്ടും വരും നാളുകളിൽ ഒരുപാട് മലയാള സിനിമയ്ക്ക് സാധ്യതകൾ സമ്മാനിക്കാൻ ഉള്ള ഒരു നടൻ കൂടിയാണ് ഹാഷിറെ. ഇതുപോലെ ജോമോൻ ജ്യോതിർ, ഇവരുടെ എല്ലാം സ്ക്രീൻ പ്രസൻസും കോമഡി ടൈമിങ്ങും ഈ സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എലവേറ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ കഥ പറഞ്ഞു പോകുമ്പോൾ തന്നെ കുടുംബവും അച്ഛനമ്മമാരും അവരുടെ സമ്മർദ്ദങ്ങളും എങ്ങനെയാണെന്ന് കൂടി സിനിമ പറയുമ്പോൾ അത് വെറും കോമഡി സിനിമയിൽ നിന്നും ഒരു ഫീൽ ഗുഡ് തലത്തിലേക്ക് കൂടി വരുന്നുണ്ട്. അസീസ് നെടുങ്ങാട്, ജഗദീഷ്, നോബി, ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ അച്ഛൻ റോളുകൾ ചെയ്യുമ്പോൾ വളരെ കൈയടക്കത്തോടെ, മികവോടെ തന്നെ അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. അതും ഈ സിനിമയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമുക്കറിയാം ജയ 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 ഹേയുടെ വിപിൻ ദാസിന്റെ സ്ക്രിപ്റ്റും ആ ടീമുമാണ് ഈ സിനിമയെ കൈകാര്യം ചെയ്യുന്നത്. ആനന്ദ് മേനോൻ സംവിധാനം ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഈ സിനിമ കുറേയേറെ കാഴ്ചക്കാരെ നേടാനും കുറേയേറെ ഇന്നത്തെ അവസ്ഥകളെ പ്രതിനിധാനം ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളത് സിനിമയുടെ വലിയൊരു മേന്മയാണ്. അതുകൊണ്ട് വാഴ എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട, ഒരുപക്ഷെ നിങ്ങൾ കാണാത്ത, നമ്മൾ മനസ്സിലാക്കാത്ത ഒരു യുവതലമുറയെ അടുത്ത് മനസ്സിലാക്കാനും അവരുടെ കാഴ്ചപ്പാടുകളെയും അവരുടെ ചിന്തകളെയും അവരുടെ ഇഷ്ടങ്ങളെയും മനസ്സിലാക്കാൻ നിങ്ങൾ വാഴ എന്ന സിനിമ ഒന്ന് കണ്ടു നോക്കുന്നത് നല്ലതാണ്. മാത്രമല്ല, ഇത്തരത്തിലുള്ള മനുഷ്യരുടെ ജീവിതങ്ങൾ ഒരു ശുഭമായ അന്ത്യം അപ്പോഴും ഉണ്ടാകുന്നില്ല. പക്ഷേ അവരുടെ ജീവിതം തന്നെയാണ് ശുഭകരമായതെന്നാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. അവരുടെ സൗഹൃദങ്ങൾ, അവരുടെ കൂടിച്ചേരലുകൾ, അവരുടെ നിലപാടുകൾ, അവരുടെ ചേർത്തുപിടിക്കലുകൾ, ഇതെല്ലാം ചേരുമ്പോൾ ഇത്തരത്തിലുള്ള മനുഷ്യരും ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളും ഈ നാട്ടിൽ ഇനിയും വേണം. നേട്ടങ്ങൾക്കും വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റങ്ങൾക്കും പഠനങ്ങൾക്കും അപ്പുറം ഇതുപോലുള്ള ജന്മങ്ങൾ നമ്മുടെ നാട്ടിൽ, നാട്ടുംപുറങ്ങളിൽ അന്യം നിന്നുകൂടാ എന്നുകൂടി ഈ സിനിമ പറയാതെ പറയുന്നുണ്ട്.